ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു എഗ് പഫ്സ് റെസിപ്പിയാണ്. പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാനിത് ഷീറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാലും നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ, അതേ ടേസ്റ്റിൽ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കാം. പിന്നെ ആദ്യം തന്നെ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് ചൂടാകുമ്പോൾ നല്ല കനം കുറച്ച് മുറിച്ചിട്ടുള്ള ഉള്ളി, സവാള കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ പഫ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ ആവില്ലേ, ആ രീതിയിൽ തന്നെ എടുക്കണേ. അപ്പോഴാണ് കേട്ടോ പഫ്സിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ മസാലയിൽ ഉണ്ടാക്കുന്ന അത്രയും ഈ ഒരു മസാലയ്ക്ക് വേണ്ട കേട്ടോ. ഇതിലോട്ട് അധികം വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ബാക്കിയൊക്കെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പൊടികളാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം. മഞ്ഞൾപ്പൊടി എത്രയാണോ ഇടുന്നത് അതേപോലെ തന്നെ ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി മാത്രം ഒരു 1/4 ടീസ്പൂണ് ഇതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് എന്ന അളവിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് കുറച്ച് കൂടി നിൽക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. പിന്നെ തീ അങ്ങ് ഓഫാക്കിയിട്ടിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ബട്ടർ ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയൊന്നും പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഫ്രീസറിലാണ് ഇത് വെക്കുക കേട്ടോ. ചില്ലറിൽ വെക്കുന്നുണ്ട് അങ്ങനെ വെക്കുക. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. പിന്നെ നല്ലോണം തണുപ്പ് പോയി കഴിയുമ്പോൾ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ആവശ്യമുള്ളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക, മുട്ടയും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം തണുപ്പ് പോയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മടക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം തണുപ്പ് പോയിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മുട്ടയുടെ മഞ്ഞ മാത്രം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണേ. മുട്ടയുടെ മഞ്ഞ അല്ലെങ്കിൽ പാല്, ഇതിലേതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഓവനിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം അരമണിക്കൂർ, കറക്റ്റ് 30 മിനിറ്റാണ് കേട്ടോ. പിന്നെ അത് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ പഫ്സൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓവനും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പഫ്സാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്ന് കഴിക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.